മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല വറുത്തരച്ച മീൻകറി. ഹലോ, രുചിക്കൂട്ട് 23ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് നവര മീൻ കിട്ടിയിട്ടുണ്ട്. അത് പച്ച തേങ്ങയിട്ട് ഒന്ന് വറുത്തരച്ച് കറി വയ്ക്കാം. പച്ച തേങ്ങ ചേർത്തിട്ട് മല്ലിയും മുളകും ചൂടാക്കിയെടുക്കും. ഒരു തക്കാളി, 3 പച്ചമുളക്, 1 കപ്പ് തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, കരിവേപ്പില, എരിയുള്ള 3 സ്പൂൺ മുളക് പൊടി, എരിയില്ലാത്ത 1 സ്പൂൺ മുളക് പൊടി, ശകല മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് വാളംപുളിയാണ് ഞങ്ങൾ ചേർക്കുന്നത്. തോട്ടുപുളി നമ്മൾ ഉപയോഗിക്കാറില്ല, വാളംപുളി ചേർത്ത്. വാളംപുളി വെള്ളത്തിയിട്ടിരിക്കുക. അടുപ്പം കൊണ്ട് കത്തിച്ച് ചട്ടി നല്ലവണ്ണം ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലോട്ട് കുറച്ച് കടുക്, കുറച്ച് കരിവേപ്പില ഇട്ട്, ഇഞ്ചി, ചെറിയ ഉള്ളി, നല്ലവണ്ണം ആ പച്ചപ്പൊന്ന് മാറുന്നതാണ് ഒന്ന് ഇളക്കി കൊടുക്കും. ഉള്ളിയും ഇതെല്ലാം നല്ല മൂത്ത് അപ്പോഴത്തേക്ക് ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഇടണേ. എന്നിട്ട് തീ കൊണ്ട് കുറച്ചിട്ട് കരിയാതെ തീണ്ടാണ് അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിലോട്ട് ഈ തേങ്ങയും തട്ടി നല്ലവണ്ണം അത് ഇളക്കി കൊടുത്താൽ മതി. തേങ്ങ ആ പച്ചപ്പൊന്ന് മാറുന്നത് വരെ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് നല്ലവണ്ണം ഒന്ന് പച്ചപ്പ് മാറിയിട്ടുണ്ട്. അതിലോട്ട് പുളിവെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. മീൻ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ല ചൂടായി ഞാൻ ഉലുവയും കടുകും കൂടെ ഇട്ട് കൊടുക്കും. ശകലം കരിയും, തക്കാളിയും പച്ചമുളകും, ഒരു പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചപ്പ് മാറിയിട്ടുണ്ട്, തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ അരച്ച് വെച്ച കൂട്ടൊഴിക്കുക. കുറച്ചും കൂടെ വെള്ളം വേണം. ഇവിടെ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിക്കും. ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം തിളക്കിയിട്ട് അരപ്പ് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്ക് മീനിലിടാം. നല്ല നവര മീനാണ്. നമ്മൾ കറിക്കട്ട് ആണ് മീൻ മുറിച്ചത്, അല്ലാതെ വലുതായിട്ടൊന്നും നമ്മൾ മീൻ എടുക്കൂല. കഷ്ണം ചെറുതാക്കിയാണ് മീൻ കഷ്ണം എടുക്കുന്നത്. എല്ലാവരും അങ്ങനെ അല്ല. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചു.
കുറച്ച് കരിയേപ്പില കൂടെ വേവിക്കുക. മീൻ നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയുടെ ഇടണേ. അതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെ വറ്റാനുണ്ട്. ഒന്ന് വേണം. കുറച്ച് ഉലുവപ്പൊടി കൂടെ ചേർക്കണേ. ഒന്ന് മിക്സായി കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല വറുത്തരച്ച മീൻകറി തന്നെ, നല്ല കൊഴുത്ത മീൻകറി എല്ലാം റെഡിയായി. നമ്മുടെ മീനാണ്, അതുകൊണ്ട് ഉപ്പുണ്ടാകുന്നൊന്ന് നോക്കാം. ഉപ്പും എല്ലാം ഉണ്ട്, ഉപ്പും പുളി എല്ലാം നല്ല എരിവും ഉണ്ട്. അപ്പം നമ്മൾ നവര മീൻ കറി റെഡിയായി. തീ ഓഫ് ചെയ്യും.